ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പും അഖിലിനെ വിളിച്ച് സംസാരിച്ചൊരു വ്യക്തിയാണ്. ഓക്കെ ആയിട്ടിരിക്കുക എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല ഈ വിഷയത്തിൽ. ഇതാണ് അണ്ണൻ. നിനക്ക് സീരിയസ്ലി ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം കണ്ടപ്പോഴത്തേക്ക് നിനക്ക് എന്ത് തോന്നും? കാരണം ഞാൻ ഒരു കാര്യം പറയാം. അഖിലെന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് സിനിമ ഇറങ്ങി, സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഹോട്ടലും കാര്യങ്ങളും ഫാമിലി ആയിട്ട് ഹോട്ടലാണ് അവർ ചെയ്യുന്നത്. ഇവർക്കൊരു 2 ഹോട്ടലും കണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട് അത് ഇച്ചിരി പൂട്ടിപ്പോയി. അത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ബന്ധപ്പെട്ട് മറ്റേ വേസ്റ്റ് സംസ്കരണം ഇച്ചിരി വിഷയമായി. അങ്ങനെ അതൊക്കെ പൊട്ടിപ്പോയെങ്കിലും ഇവർ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നവരാണ്. ഇപ്പം അവസാനമായിട്ടൊരു 3-4 മാസം മുമ്പിട്ടായിട്ട് ഇവർ ഫോർച്യൂൺ ട്രക്ക് എടുത്തു. അതിന് മുമ്പ് ഒരു XUV ഒക്കെ ആയിരുന്നു, ഫാമിലി ആയിട്ട് നല്ലത്. മെർച്ചന്റ് നേവിയിൽ ജോലി ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അതായത് ഒരു പെണ്ണിന് വലിയൊരു കുടുംബത്തിന് ഇപ്പൊ ഒരു പെൺമക്കളെ അവരെ വീട്ടിലോട്ട് മറ്റൊരു അന്യപുരുഷന്റെ വീട്ടിലോട്ട് കെട്ടിച്ചു വിടുമ്പോഴത്തേന് അവർ നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അവരുടെ സാമ്പത്തികമായിരിക്കും, ആളെങ്ങനെ ജീവിക്കുമെന്ന് നോക്കുമായിരിക്കും, എല്ലാ കാര്യമായിരിക്കും. അങ്ങനെ 100% എല്ലാ കാര്യത്തിലും പുറമേ നോക്കുമ്പോൾ 100% എല്ലാ കാര്യത്തിലും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. ആ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മളിപ്പോൾ ഈ കണ്ട ഒരാളുണ്ടല്ലോ, ഈ ഒരാളിലേക്ക് എത്തിയ ദൂരം എങ്ങനെ പോയെന്നറിയോ? ഇവന് മറ്റേ ഡിഗ്രിയോ അങ്ങനെയുള്ള എന്തോ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് വിട്ട സമയത്ത് ഈ പുള്ളിക്കാരി ബസ്സിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അണ്ണന്റെ മണിയടി കണ്ടിട്ടാണോ അതാണ് എന്റെ സ്റ്റിയറിംഗ് പിടുത്ത അതാണ് സ്റ്റിയറിംഗ് നെഞ്ചിൽ മണവും ചൂടി ഇങ്ങനെ അത് അങ്ങനെയുള്ള എന്തോ സംഭവം കണ്ടിട്ടാ ഇത് വളഞ്ഞത്. അങ്ങനെ പോയി, നീ പറഞ്ഞിട്ട് കാര്യമില്ല, പോയത് പോയി. അപ്പം ഇത്രയധികം, അതായത് ഒരു സൈഡിൽ നോക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഒരു പെണ്ണിന് ജീവിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉള്ള ഒരാളിൽ നിന്നും ഇതൊന്നും ഇല്ലാത്ത ഒരാളിലേക്ക് ആ ഒരു പെണ്ണ് പോകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ഒരു വലിയ സാധനമാണ്. അത് സാമ്പത്തികമല്ല, സമാധാനമല്ല, ഇത് രണ്ടുമല്ല. അവനെ കണ്ടിട്ട് സമാധാനം കൊടുക്കാത്തവരത്തിനെന്ന് ആരും പറയത്തില്ല. ഫുൾ ടൈം ചിരിച്ചോണ്ടിരിക്കുന്ന ആളാകില് ഒന്നുമല്ല, എന്തോ ഒരു മെയിൻ ആയിട്ടൊരു ഫാക്ട് ഉണ്ട്. പ്രായമുണ്ട്, നമ്മുടെ പ്രായം അത്രേ ഉള്ളൂ. നമുക്ക് നല്ല പ്രായം ഉണ്ടെങ്കിൽ അവനും നല്ല പ്രായമുണ്ട്. നമുക്ക് അത് നല്ല പ്രായമുണ്ട്. ഓൾമോസ്റ്റ് 37 എബോവ് ആൾക്ക് പ്രായമുണ്ട്. അത്ര സംഭവമുണ്ട്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ദിവസം മുമ്പ് ഞാൻ എൻ്റെ മറ്റേ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന എന്തോ മെസ്സേജിന് റിപ്ലൈ ഓട്ടോ റിപ്ലൈ കൊടുക്കുന്നതാണോ ഇല്ലയോ, എന്തായാലും ഞാൻ ഈ കാണിക്കുന്ന സാധനത്തിനകത്ത് വ്യക്തമായിട്ട് പോകുന്നുണ്ട്. 16 മണിക്കൂർ മുമ്പ് തൊട്ട് ഇപ്പോൾ ഒരു 5 മണിക്കൂർ മുമ്പും ഇട്ടിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് റിപ്ലൈ പോകുന്നുണ്ട്. ഇതിലും സംഭവം എന്താണെന്ന് അറിയാടാ, ഇന്നലെ ഞാൻ ഈ പെൺകുട്ടിയുടെ വീഡിയോ ചെയ്യാൻ നേരം, അവളുടെ വീഡിയോ ചെയ്യാൻ നേരം എടുത്ത ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിനകത്ത് 123K ആയിരുന്നു. അതായത് 123,000 ഫോളോവേഴ്സ് ആയിരുന്നു. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ നേരം അവളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഇപ്പൊ 1,60,000 ആയി കാണും. കാരണം 159 അത്ര ആയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കേ. അപ്പൊ ഈ രീതി കാണിക്കുന്നവർക്ക് റീച്ച് ഉള്ളോ? ഈ രീതി കാണിക്കുന്നവരെ മാത്രം ആൾക്കാർ കണ്ടാൽ മതി. ബാക്കിയുള്ള ഇവിടെ 25,000 പുറത്തെ ആൾക്കാര് ഇത്രയും കാണിച്ചിട്ട് 25,000 പുറത്തെ ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. എടാ, എനിക്ക് ഇതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ട് ഇപ്പൊ പെട്ടെന്ന് ഞാനിപ്പോ സത്യം പറഞ്ഞാൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മാസ്റ്റർ മൈൻഡ് മനുവിന്റെ ഒരു വീഡിയോയ്ക്കകത്ത് ദിയാകൃഷ്ണ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ദിയാകൃഷ്ണ പറഞ്ഞ് ഇവിടെ നെഗറ്റീവ് ചെയ്താൽ മാത്രം റീച്ച് ഉള്ളൂ, എന്റെ പേരിൽ നല്ലത് 2-3 പറഞ്ഞുകൂടെയെന്ന്. അപ്പൊ ഞാൻ അതിനെ പുച്ഛിച്ച് തള്ളി. സത്യം അന്നേ ദിവസം രാത്രി തന്നെ ഈ ഒരു സാധനം പറയുന്നത്, നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ അന്യായ റീച്ചാ. ഒറ്റ ദിവസം കൊണ്ട് 25,000 പേരിന് മേളിൽ കയറാന്ന് കളിച്ച കാര്യമാണോ? ഈ 25,000 പേരെന്ന് പറയുമ്പോഴത്തേന് ഇവളുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്ത ആൾക്കാരുടെ എണ്ണം എങ്ങനെ പോയാലും ഒരു 2 ലക്ഷം 3 ലക്ഷം പോട്ടെ 1 മില്യൺ എന്തായാലും കാണും. അതിനകത്ത് 25,000 പേര് കയറി. നമ്മളൊരു വീഡിയോ ഇടുമ്പോഴത്തേന് 1 മില്യൺ വ്യൂ പോയി കഴിഞ്ഞാൽ 25,000 ഫോളോവേഴ്സ് കയറുമോ? ഒരിക്കലും കയറത്തില്ല. കൂടിപ്പോ 1,500. അഖിലനാടിന്റെ വേറൊരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കണം. എന്നുവെച്ചാൽ ഭാര്യ ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഇപ്പൊ നേരത്തെ അതിപ്പോ കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പൊ മറ്റേ മുൻകൂറായിട്ട് ഇട്ടൊരു വീഡിയോ എന്താ പറയാ, ചിലപ്പോ അങ്ങനെ പറയാൻ പറ്റൂ. അത് പോട്ടെ. അവന്റെ വിഷമം എന്താണെന്നുള്ളത് മനസ്സിലാവും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, മനസ്സിലാൻ പറ്റുന്ന ഒരു കാര്യം. അതിപ്പോ എന്തായാലും സീക്രട്ട് ഏജന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് അവനായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ അതിനകത്ത് വെക്കാം. എടാ, ഇതിനകത്ത് ഒട്ടും വ്യക്തമായിട്ട് പറയാൻ തന്തയില്ലായ്മ എന്തോന്ന് ഞാൻ കാണിച്ചു കളിയാ.
ഇതൊന്ന് നോക്കടിയാ. അതാണ്ട് ന്യൂസ് യു എന്ന് പറഞ്ഞ് ഇവര് പൊതുവെ അത്യാവശ്യം നല്ല ഇട്ടോണ്ടിരുന്ന. മേഘയുടെ 2ാം വിവാഹം അഖിലിന്റെ ആദ്യത്തേതും ഇവൾക്ക് ഇത് തന്നെയാണോ പണി എന്ന് ആരാധകർ. അതായത് അഖിലിന്റെ ആദ്യത്തെ വിവാഹം 2ാമത്തെ വിവാഹമാണ് ഈ പെണ്ണിന്റേന്ന്. മേഘയുടെ 2ാം വിവാഹം അഖിലിന്റെ ആദ്യത്തേതും ഇവൾക്ക് എന്താ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ്. ഈ ന്യൂസ് യു അത്യാവശ്യം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ നേരം കുറച്ചധികം കോണ്ടന്റുകൾ ഇതിനകത്തുനിന്ന് എടുക്കുന്ന ഒരാളാണ് ഞാൻ എടുക്കുന്നതാ. പക്ഷെ ഇവർ ഈ ഇട്ട സാധനത്തിനകത്ത് എത്രത്തോളം വ്യക്തത ഉണ്ടെന്ന് ഇട്ടിട്ട് 23 മണിക്കൂറാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ നേരം. അതിനകത്ത് വേറെ ഒരു സൈഡിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളോ സ്പ്രെഡിങ്ങോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അത് വിശ്വസനീയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് മെയിൻ സാധനം എന്താ പറയുക, ഇത് ഈ അവന്റെ അവന്റെ റീൽസിനകത്തുനിന്ന് കട്ട് ചെയ്ത് ഈ ഫോട്ടോ ഇട്ടേക്കുന്ന പേര് ഹിലാൽ ബിൻ ഉമ്മർന്ന്. അഖിൽ NRD ഇതൊക്കെ തന്തയില്ലായ്മ കാണിക്കുന്നത്. ഒരു മര്യാദ വേണ്ടേ? ഇട്ടിരിക്കുന്നവന്റെ പ്രൊഫൈല് ഞാൻ കാണിക്കാം. ഇട്ടിരിക്കുന്നവന്റെ പ്രൊഫൈലും കൂടെ ഒന്ന് കണ്ടിട്ട് വേണം പോകാനായിട്ട്. ഇതാണ് ആള്, ഇവനാണ് ഈ ഇട്ടിരിക്കുന്നത്. ഇത് ആയാലും ഇതാണ് പ്രൊഫൈല്. 800 സംതിങ് ഫ്രണ്ട്സ് ഒക്കെ കിടക്കുന്ന ഇതാണ് സാധനം. ഇവന്റെ ലേറ്റസ്റ്റ് പോസ്റ്റ് ആണ് ഈ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് സാധനം. ഇത് കണ്ടിന്യൂസ്ലി ഇട്ടുകൊണ്ടിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കേ, ഒരു മനുഷ്യൻ ഇപ്പൊ കുറെ ആൾക്കാർ ഈ ഒരു വീഡിയോ കുറിച്ച് ചെയ്യുമ്പോഴത്തേക്കിന് അതിന്റെ ആവശ്യമില്ല, അതിനെ മാറ്റി നിർത്തേക്കെന്ന് പറയുമ്പോഴത്തേക്കും ഇതിനെ ഈ രീതിയിൽ വൾഗറായിട്ട് ചിത്രീകരിക്കാനും ഇത് ജനങ്ങൾക്ക് മുന്നിൽ ഒരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാനായിട്ടും ആൾക്കാരുണ്ട്. അപ്പൊ ആൾക്കാരുള്ളപ്പോഴത്തേക്കും ആ സ്പ്രെഡ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാനും ആൾക്കാർ കൂടെ വേണ്ടേ? അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ആ രീതിയിൽ തന്നെ എടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഒളിച്ചോട്ടത്തിന് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഈ ഒളിച്ചോട്ടത്തിന്റെ കാരണം എന്തുവന്ന്. ഇനിയിപ്പം ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഈ പെൺകുട്ടി ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരും. ഈ ഒന്നത്തെ കാര്യം ഇവർക്ക് യൂട്യൂബ് ചാനൽ ഇല്ല. ഇപ്പൊ ഇതോടുകൂടി ഫസ്റ്റ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇടുന്ന ഫസ്റ്റ് വീഡിയോക്ക് ഇവർക്ക് കയറും. അതോടെ ഇവളുടെ വരുമാന മാർഗം തെളിഞ്ഞ് പിന്നെ ഇവര് അടുത്ത വിടാൻ ഡ്രൈവിംഗിന്റെ ആവശ്യമില്ല. മണമുള്ള ചൊടി മണിക്കുട്ടി നീ എന്നെ അടുത്ത് പിന്നെ യൂട്യൂബർ ബസ് ഡ്രൈവറിൽ നിന്ന് യൂട്യൂബറിലേക്കുള്ള ദൂരം വിദൂരമല്ല എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ ബസ് ഡ്രൈവർ ചെയ്യുന്ന ആൾക്കാരെയോ ബസ്സുകാരെയോ ഒന്നും കളിയാക്കി കൊടുക്കുകയൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ 2 വാക്ക് പറഞ്ഞേ പറ്റൂ. നിനക്കത് ഇച്ചിരി കൂടെ ചിരിക്കാൻ പറ്റുന്ന ഒരു സാധനം. ഇതിനൊരു സ്പൂഫ്, അതിന്റെ ഒരു സ്പൂഫ് സാധനമായി കാണുന്നത്. നിങ്ങൾ നോക്കിക്കോ. ഭയങ്കര വ്യക്തമായിട്ടാണ് ഇവര് ചെയ്തേക്കുന്നേ. കറക്റ്റ് ആ ഡ്രസ് കോഡൊക്കെ കൃത്യമായിട്ട് പിടിക്കാൻ പറ്റി. സൗണ്ട് വെക്കാൻ പറ്റത്തില്ല. ഈ ആശ അങ്ങനെയാണ് വണ്ടി ഓടിക്കുന്ന ആശ ഇത് തന്നെ. ഈ ഒറിജിനൽ ആയിട്ടുള്ള അനൂപ് എന്ന് പറഞ്ഞ ആള്. അതെന്തോ സംഭവം നിനക്ക് മനസ്സിലായോ? അത് നീ കണ്ടില്ല? പുള്ളിക്കാരി അത് ഓൾറെഡി പബ്ലിഷ് ആയി. പുള്ളിക്കാരിയുടെ അമ്മയ്ക്ക് 2 ഭർത്താവ്. അതായത് ഈ പുള്ളിക്ക് 2 അച്ഛനാ. അത് 2 അച്ഛനോ വാട്ടോറൊന്നും അല്ല. അതാണ് ഈ സംഭവം. അത് ഈ 2ാമത്തെ ആളിലേക്ക് വന്നത് 1ാമത്തെ ആളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തതിന് ശേഷമല്ല. അത് വേറൊരു അറ്റ് എ ടൈം ഇപ്പൊ നടന്നൊരു സിറ്റുവേഷൻ ഇല്ലേ, ഇതിന്റെ ഒരു 24-ന്റെ വാച്ച് ഇട്ട് കുറച്ച് പാസ്റ്റ് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പൊ നിലവിൽ വന്നോണ്ടിരിക്കുന്നത്. അതാണ് ഇവർ ഈ സാധനം കറക്റ്റ്. ബസ് എടുത്തില്ലേന്ന് ഇവക്ക് മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്ത് വെക്കൂടായിരുന്നു. മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്യുക അല്ലെ സെപ്പറേറ്റ് ആണോ? ഒരു കുറച്ച് നാള് സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ട് ഇവനുമായിട്ട് വലിയ ടച്ച് ഇല്ല എന്ന് പറഞ്ഞ് ഒരുത്തിന്റെ കൂടെ പോയി ആര് ചോദിക്കാൻ പോകുന്നത്? അവക്ക് മാന്യമായിട്ടോ അന്തസ്സായിട്ട് പറഞ്ഞുകൂടെ അവനുമായിട്ട്? അല്ലാതെ പറഞ്ഞോടാ. അല്ലാതെ ഇന്നലെ വരെ അവന്റെ കൂടെ നിന്ന് അവന്റെ കൂടെ കിടന്നിട്ട് അടുത്ത ദിവസം ആയപ്പോഴത്തേന് അതാ വേറെ എന്തോ വീഡിയോ ഇട്ടേക്കല്ലായിരുന്നു. വീട്ടിലുണ്ട്. അഖില് മറ്റേ അത്തപ്പൂ കൊടുത്തൊരു വീഡിയോ ഇട്ടേക്കുന്നത്. അതൊന്നും ആലോചിച്ചേക്ക്. ഇവളിപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം അവനോട് പോണോന്നുണ്ടെങ്കിൽ
ഇത് ഒരു ഇങ്ങനെ ഒരു 3 മാസത്തെ റിലേഷനെങ്കിലും കാണത്തില്ലേ? ഞാൻ ഒരു കാര്യം പറ്റാളിയാ, അവള് ആ ഒരു വീഡിയോയില് ചിരിച്ച് കളിച്ച് നിക്കണമെന്നുണ്ടെങ്കിൽ മൈൻഡ് എന്തായിരിക്കും? അവൾ ഇവിടെ ഇവന്റെ മുന്നിൽ നിന്ന് ഈ പറയുന്ന മേഘ ഇവന്റെ മുന്നിൽ നിന്ന് ചിരിക്കുമ്പോഴും ക്യാമറയുടെ മുന്നിൽ നിന്ന് ചിരിക്കുമ്പോഴും തൊട്ടപ്പുറത്ത് വാട്സപ്പിലോ മറ്റേ എടുത്ത് ഇവന്റെ ചാറ്റ് സാധനം കിടക്കുക. ഉള്ള പരിപാടി ഒന്ന് ആലോചിച്ച് നോക്കെ. ഇത് അവനെ അഖിലിനെ ഇതിനകത്ത് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ അല്ല. അഖിലിനെ അങ്ങനോട്ട് പറയേണ്ട ആവശ്യവും ഇല്ല, അഖിലിനോട്ട് പറയത്തുമില്ല. പക്ഷെ ഇവള് കാണിച്ച അന്തയില്ല. ഇവള് അത്യാവശ്യം ഒന്ന് മാറിയിട്ട് നിന്നിട്ടാണ് ഈ പരിപാടി ചെയ്തതെങ്കിൽ അതിനൊരു അന്തസ് ഉണ്ടായിരുന്നു. ഇത് അതുപോലും ഇല്ലാതെ ഇന്നലെ വരെ അവന്റെ കൂടെ കിടന്ന് ഉറങ്ങിയിട്ട് അടുത്ത ദിവസം അവന്റെ കൂടെ മറ്റവന്റെ കൂടെ കിടന്ന് ഉറങ്ങാനായിട്ട് ഓടിപ്പോയ ഒരു ഓട്ടം ഉണ്ടല്ലോ, അത് മോശപ്പെട്ട പരിപാടിയാണ്. അതൊന്നുമില്ല മുത്തേ, ഞാൻ കുറെ ലോങ് ട്രിപ്പ് പോകാറുണ്ട്, അത് ഉദ്ദേശിച്ചതാ. അതെ അതെ. കണ്ണാടി മതിച്ചേ ബാക്കിലൊക്കെ കാണണ്ടേ? വേണ്ട, ഞാൻ കണ്ണാടി മതിച്ചേ. ആദ്യം നമ്മൾ എങ്ങോട്ടാ പോണേട്ടായി? ആദ്യം നമ്മൾ ഓയിലോട്ട്. ചെപ്പാനിലോട്ട് ഞാനില്ല, എനിക്ക് പാസ്പോർട്ടും ഇല്ല. ഇതിന് പോവാൻ പാസ്പോർട്ടും വിസ ഒന്നും വേണ്ട മുത്തേ, കേവലം ഒരു ID കാർഡ് മാത്രം മതി. എടുത്തിട്ടില്ലേ? ID കാർഡൊക്കെ എടുത്തിട്ടുണ്ട്. അത് മതി. 23 24 തെറ്റിപ്പോയി. അവന്റെ പോട്ടെ അപ്പോ എന്തുവാണ് ഇതൊക്കെ? നല്ലോണം വീക്ഷിച്ച് ചെയ്ത വീഡിയോ. സത്യം. ലോങ് ട്രിപ്പ് പോണതിനെ കുറിച്ച് പറഞ്ഞതാ. ട്രെൻഡിങ് ആയിട്ടുള്ള ചുട്ടമായി തോന്നിയെങ്കിൽ തികച്ചും യാദൃച്ഛികം. ഡെഡിക്കേറ്റഡ് ആയിട്ട് എടുത്തൊരു വീഡിയോ കേട്ടോ. CC ക്യാമറ കറക്റ്റ് ആയിരുന്നു. പക്കല്ലേ സാധനം? ഞാൻ ആദ്യം നീ എന്നെ കാണിച്ചെന്നില്ലേ, ഞാൻ വിചാരിച്ച് ഉള്ളതാണെന്ന് വിചാരിച്ചു. CC ക്യാമറയൊക്കെ നല്ല പക്കായിട്ട് കാണുന്നവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ സാധനങ്ങൾ. പക്ഷെ ഇവരിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്തുവാ? ഇത് ആ രീതിയിലാ വന്നത്, ജനങ്ങൾക്ക് കൺവിൻസ് ആയതാ. കാരണം ആ CC ക്യാമറക്കകത്ത് ആ പെണ്ണ് 3 ബാഗും പിടിച്ചോണ്ട് ഓടുന്ന ഓട്ടം മറ്റേ വെള്ളപ്പൊക്കത്തിന് ഓടുന്ന പോലെ. മാക്സി ഇട്ടല്ലേ ഇറങ്ങിക്കുന്നത്? മാക്സി എന്തോ ഈ കളറിലുള്ള സാധനം, മാക്സി ആണ് ചുരിദാറാണ് എന്തോന്നും അറിയത്തില്ല. എന്തോ ഒരു സാധനം, നൈറ്റ് വെയർ പോലത്തെ ഏതോ ഒരു സാധനമാണ്. അങ്ങനെ ഒരു സാധനമൊക്കെ ഇട്ടോണ്ട് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ അവളുടെ ഒരു വീഡിയോ കാണാം. 100% വിജയം. ഇതിപ്പോ ആ സിനിമ ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ ഇരുന്നുള്ള സാധനമാ. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഈ ഫോണിൽ വേറെ ആളുണ്ട്. നല്ല സമയങ്ങളൊക്കെ ഉണ്ടായി. അതെ 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 നാളത്തെ റീലൊക്കെ ഇത്രയും ചിരിച്ച് ഇത്രയും നല്ല, എനിക്കറിയാൻ പോയി ഇങ്ങനെയൊക്കെ നിക്കുന്നത് എങ്ങനെയാണെന്ന്. എത്രയേ രീതിയിലൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന ഒരാള് കാണിച്ചു കൂട്ടുന്ന പരിപാടിയാ. ഇത് ആശ കാണുന്ന ഇതാണ് ആശ. ആലപ്പുഴ വിഷംവീട് കോളനി, ആള് 41 വയസ്സ്. 41 ഇതിനകത്ത് കാണിക്കുന്നത്. പ്രോപ്പർ വയസ്സ് ഇനി ആധാർ കാർഡ് കണ്ടാലേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് ആള്. കറക്റ്റ് അല്ലേ? കുറിയെ കിട്ടിയേക്കുന്നുണ്ടെങ്കിൽ ഞാൻ അറിയാം കണ്ണാപ്പിയാണെന്ന്. എത്ര എണ്ണം? 3 എണ്ണം ഉണ്ട് കേട്ടോ. 3 ഉണ്ട്. 3 സാധനം ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും സായി ആയിട്ട് അത്യാവശ്യം കോൺടാക്ട് ഉണ്ടെന്ന് അറിയാമല്ലോ. നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കുമെങ്കിലും ഡയറക്റ്റ് കോൺടാക്ട് ഇല്ല. സായി ഓൾറെഡി ഇവരുടെ കല്യാണത്തിനൊക്കെ പോയിട്ടുള്ള. സായിക്ക് ഈ പറയാനുള്ള കാര്യം തന്നെ എനിക്കും പറയാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ ആയിട്ടിരിക്കുക, പോവുക, ആ ഭാഗം ഒന്ന് കാണാം. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പും അഖിലിനെ വിളിച്ച് സംസാരിച്ചൊരു വ്യക്തിയാണ്. ഓക്കെ ആയിട്ടിരിക്കുക എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല ഈ വിഷയത്തിൽ. പിന്നെ അഖിലിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ അഖിൽ ആരും ബ്ലെയിം ചെയ്യില്ല. ഓക്കെ, എസ്പെഷ്യലി ഈ കേസിലൊക്കെ അഖിലിന് പറയാനുള്ളത് എത്രയേ ഉള്ളൂ, പോയൊരു പോയി, കഴിഞ്ഞത് കഴിഞ്ഞു, ലിമിറ്റ്. ഓക്കെ, അപ്പോൾ ഓബിയസ്ലി അഖിലിന് അഖിലിൻ്റെതായുള്ളൊരു സൈഡ് ഉണ്ട്. ബട്ട് ആ അഖിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് അഖിലിനോടുള്ള റെസ്പെക്ട് എനിക്ക് വരെ കൂടുതലാണ്. ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അവരെ ഇവിടെ കുഴപ്പമില്ല, വീട് സീനൊന്നുമില്ല. പിന്നെ സോഷ്യൽ മീഡിയ അറിയാലോ, അതിപ്പോ സായിയോട് അങ്ങനെ പറയണമെങ്കിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ഇവൻ പറഞ്ഞ രീതിയിൽ ഇവന്റെ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കും. 2, സായി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ സായിയോട് ഓപ്പൺ ആയിട്ട് പല കാര്യങ്ങളും സംസാരിക്കാനായിട്ട് കഴിയത്തില്ല. മേ ബി അതെടുത്ത് ഒരു സമയത്ത് ചെയ്യേണ്ട റെക്കോർഡല്ല. മേ ബി ഒരു സമയത്ത് ഇവൻ തിരിച്ച് ചെയ്താലോ, സായി തിരിച്ച് ചെയ്യുമെന്നല്ല, പക്ഷെ സായി എന്നല്ല, ഒരു XOR ഏതൊരു ഇൻഫ്ലുവൻസർ ആണെങ്കിലും പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരാളോട് ഇവരുടെ പേഴ്സണൽ മാറ്റർ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അതൊരു സമയത്ത് അതൊരു പുറത്തേക്ക് വരേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് വന്നാലോ എന്നുള്ളൊരു പേടി എന്തായാലും കാണും. അതിപ്പം ഈ റിയാക്ഷൻ വീഡിയോ അല്ല, ഏത് യൂട്യൂബേഴ്സ് എടുത്തിട്ടാണെങ്കിലും അങ്ങനെ നടക്കത്തുള്ളൂ. ഇറ്റ് ഗോസ്, അത്രേ ഉള്ളൂ. ഇപ്പം ഞാനാണെങ്കിലും ചിലപ്പോൾ ഒരു വീഡിയോ ചെയ്യും, ബട്ട് യു ഹാവ് ടു ബി
എന്താ പറയുക, നീ സ്ട്രോങ് ആയിട്ടിരിക്കുന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവനെടുക്കുന്ന ഒരു സെൻസ് ഉണ്ട്. അളിയ സംസാരിക്കുന്നവർ സംസാരിച്ചോട്ടെ, ബട്ട് അവളെ ആരും ഒന്നും പറയരുത്. ബിക്കോസ് അവൾ ചെയ്യാനുള്ളത് അവൾ ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. അവൾക്കത് റൈറ്റ് ആയിട്ട് തോന്നിയ ആ സിറ്റുവേഷനിൽ അവൾ ചെയ്തു. ഇത്രയും വർഷം പ്രണയിച്ച ഒരാളെ വെറുതെ എങ്കിൽ പോലും 10 ആൾ കുറ്റം പറയുന്നതോ ചീത്ത പറയുന്നതോ എനിക്ക് അങ്ങനെ കേൾക്കാനോ കാണാനോ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയ്ക്ക് പക്ഷെ അപ്പൊ ഇന്റർവ്യൂലൊക്കെ അവൻ പറഞ്ഞത് പ്രേമിച്ചല്ല, ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് വന്നു, അതിനുശേഷം പ്രേമമായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഇവർ കുഞ്ഞിലേ മുതലുള്ള 8ാം ക്ലാസ് 9ാം ക്ലാസ് പ്രണയമായിരുന്നു. പിന്നെ കുറച്ച് ട്രാജഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട്, അത് വലുതായിട്ട് റിവീൽ ചെയ്തില്ലെന്ന് എനിക്ക് അറിയാവുന്നത്. പക്ഷെ ഇവനിപ്പോ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അവളെ ആരും ബ്ലെയിം ചെയ്യണ്ട. അത് പറയുന്നതിനകത്ത് 2 കാര്യമുണ്ട്. ഒന്ന്, ഈ ഭാര്യ എന്ന് പറയുന്ന ആളോടുള്ള ഇത്രയും അധികം സ്നേഹം. 2, ഇവന്റെ സൈഡിലുള്ള കള്ളത്തരങ്ങൾ അവള് എടുത്ത് പുറത്തുവിടും. ഇത് കംപ്ലീറ്റ് ഇതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇനിയിപ്പോ എന്തായാലും ഈ പെണ്ണ് ഇതിന്റെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആയിട്ട് വരും. പക്ഷെ ഇവള് എന്തൊക്കെ വീഡിയോ ആയിട്ട് വന്നെന്ന് പറഞ്ഞാൽ ഇത് എത്രത്തോളം പതിവ്രതത്വമുള്ള ഒരു സാധനമാണെന്ന് പറഞ്ഞാൽ പോലും അത് കാണുന്നവർക്ക് അത്ര കൺവിൻസ് ആവത്തില്ല കുഞ്ഞെ. അല്ലെങ്കിൽ നീ ജസ്റ്റ് ഒരാഴ്ചയെങ്കിലും ഒന്ന് മാറി നിന്നിട്ട് ഓടിയായിരുന്നെങ്കിൽ ആ പറയുന്നതിന് ഒരു അർത്ഥമുണ്ട്. അതുപോലും ഇല്ലാതെ കാണിച്ചിട്ട് എത്രത്തോളം കൺവിൻസ്. നിനക്ക് കാണാം, നിനക്ക് പറയാം, കുറച്ച് ന്യായീകരണങ്ങൾ കാണുമായിരിക്കും. എന്തായാലും ന്യായീകരണങ്ങൾ കൊണ്ടുവന്ന് തുപ്പ്, ആ തുപ്പ് നമ്മൾ കാണാം. ആരാ മറ്റേ ബസ് ഡ്രൈവറോട്ട് അത് എത്രയെന്ന് അറിയത്തില്ലടാ, 4 മാസമാണോ ഒന്നും അറിയത്തില്ല. വരുന്നില്ല കുറച്ച് ടൈമിന്. സംഭവിച്ചു ഐ വിൽ റിക്കവർ, ഞാൻ തിരിച്ചു വരും. പിന്നെയെന്ന് പറഞ്ഞാൽ ഒന്നും ഒരു എൻഡല്ലല്ലോ, ഒക്കെ അടുത്തൊരു ഓപ്ഷൻ നമുക്ക് തരികയാണ്. ലൈഫാണ്, ടേക്ക് അനദർ ഓപ്ഷൻ, അടുത്തൊരു ചോയ്സ്, അടുത്തൊരു ഓപ്ഷൻ എടുക്കുക, മൂവ് ഓൺ, ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഒന്നും അവിടെ തീരുന്നുമില്ല. അടുത്ത ഓപ്ഷൻ ഉണ്ട്. മറ്റേ പെണ്ണ് കിട്ടാത്ത ഒരാളല്ല, പെണ്ണിനി ഒരിക്കലും കിട്ടാത്ത ഒരാളും അല്ല. അതിനി അടുത്ത വരും. അവൾ പോയാൽ അവളുടെ അടുത്ത ആരെങ്കിലും, അത്രേ ഉള്ളൂ. ഇത് ഓപ്പണായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് വരും. അതുകൊണ്ട് അത് വരും, വേറെ അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. പക്ഷെ പോയത് പോയി, ഇനി അവൾ അനുഭവിക്കാനുള്ളതാണെങ്കിൽ അവൾ അനുഭവിക്കും. പിന്നെ ഇപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അവൾക്ക് മറ്റേ BPD ബൈപോളർ ഡിസോർഡർ അല്ല ബോർഡർ ലൈൻ ഡിസോർഡർ, അങ്ങനെ എന്തോ ഒരു സംഭവം. അതായത് ഒരു പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച്. ഒരാളുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്കിന് അത് തന്നെ വിട്ടിട്ട് പോകുക എന്നുള്ളൊരു ടെൻഷൻ, എന്നിട്ട് അങ്ങനെയുള്ള കുറച്ച് അങ്ങനെ പെട്ടെന്നൊരു ബന്ധം വരും, അത് ചിലപ്പോൾ പോവും. അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് തോന്നുന്ന ഒരു കാര്യമൊന്നും. എത്ര നമ്മളിപ്പോൾ ഒരു ക്രെഡിറ്റഡ് ആയിട്ട് ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മളൊരു ഡ്രോയിങ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്രയോൺസും ബുക്കുകളും എല്ലാം മേടിച്ച് നമ്മൾ എല്ലാം വെക്കും, പക്ഷെ നമ്മൾ ചെയ്യത്തില്ല. അങ്ങനെയൊക്കെ പോകുന്ന ഇതൊരു സ്വഭാവമാണെന്ന് പറയുന്നത്. ഞാൻ നോക്കിയപ്പോഴത്തേന് എനിക്ക് കുഞ്ഞിലേ മുതലേ പഠിക്കുമ്പോഴേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വേണമെന്ന് പറഞ്ഞ് മേടിച്ചു എന്നാ ഒട്ടുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് കൊണ്ടുപോകുന്നത് ദൈവമേ, അതാ എനിക്കും തോന്നിയിട്ടുണ്ട്. ഒന്നിനോട് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഞാൻ വിചാരിച്ചു പക്ഷെ ആ ഡോക്ടർ പറഞ്ഞത് വെച്ചിട്ട് അത്ര ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഉത്തരവാദിത്തത്തിന്റെ കൂടെ അങ്ങ് പോയത്. ഈ ഉത്തരവാദിത്വമായിട്ടോ നീ അറിഞ്ഞ ഈ ആൾക്ക് ആരെയും കുറച്ച് പറയുകയല്ല, എന്നെ സംബന്ധിച്ച് വീടില്ല, ആൾക്ക് വീട് പോലും ഇല്ലെന്നാ പറയുന്നത്. ഏതാ പെണ്ണിന്? അല്ല പെണ്ണിന്, അവന്. അല്ല അത് കുഴപ്പമില്ല, യൂട്യൂബിലൊക്കെ ഇനിയിപ്പോ വീട് വയ്ക്കും. അതുവരെ എന്തോ എന്തോ എന്തെങ്കിലുമൊക്കെ. പക്ഷെ എന്തെങ്കിലും ബേസിക്കലി 3 ബാഗ് കാണുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്. അതുമായിട്ടാ പോയത്. അത് തീർന്നു കഴിയുമ്പോഴത്തേന് ഇറങ്ങും. എന്തായാലും മേഘയ്ക്ക് പറയാനുള്ളൊരു കാര്യം വീഡിയോ ആയിട്ട് വരുമെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ അത് വരട്ടെ. ആ വീഡിയോ ആയിട്ട് എന്തെങ്കിലും തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാ. ഇത്ര തെളിവുള്ളൂന്ന് പറഞ്ഞിട്ടും നിന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും, ഉള്ള കാര്യമാണ്. തേങ്ങയെന്ന് പറഞ്ഞാലും അവള് ചെയ്ത് തെറ്റാ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അവളെ വീട്ടിൽ പോയിട്ട് ഡിവോഴ്സ് സെപ്പറേറ്റ് ആയിട്ട് അവളൊരു വീഡിയോ ഇട്ടതിന് അന്തസ് ഉണ്ടായിരുന്നു. അവൻ ശരിയല്ല അങ്ങനെയാന്ന് പറഞ്ഞ വീഡിയോ ഇട്ട് അതിന് അന്തസ് ഉണ്ടായിരുന്നു. ഇത് നിപ്പി ഒറ്റ ഓട്ടം ഓടിയിട്ട് എന്താ പറയാൻ അതിനകത്ത്. അപ്പൊ എന്തായാലും വരട്ടെ, അവളുടെ റിയാക്ഷൻ ബാക്കി വരുമ്പോഴത്തേക്കിനത് അറിയാം. എന്താണ് എന്തെങ്കിലും പറയാൻ കാണുമല്ലോ. ഇവിടെ ഒരു പ്രശ്നം പറ്റിയെങ്കിൽ അതിനകത്തൊരു കാരണം കാണുമല്ലോ. ആ കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് അറിയാം. അപ്പം ശരി എന്നാ. ബൈ.